പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നും എന്നേക്കും ആമേൻ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിലെ സ്നേഹവന്ദനം. ഇന്ന് പുറപ്പാട് പുസ്തകം 3-ാം അധ്യായമാണ് നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നത്. ഇന്നലെ 2-ാം അധ്യായത്തിൽ മോശ ഒരു മിസ്രയീമിനെ അടിച്ചു കൊന്ന് ഭയപ്പെട്ട് അവിടെ നിന്ന് ഓടിപ്പോവുകയും മിഥ്യാനിൽ ചെന്ന് അവിടെയുള്ള പുരോഹിതനായ യിത്രോവിൻ്റെ മകളെ സിപ്പോറയെ വിവാഹം കഴിക്കുകയും അതിൽ നിന്ന് ഒരു മകനെ തനിക്ക് ലഭിക്കുകയും ചെയ്ത കാര്യം നമ്മൾ വായിച്ചു. ഏകദേശം 40 വർഷത്തോളം അദ്ദേഹം യിത്രോവിൻ്റെ ആടുമാടുകളെ മേയിച്ച് അവരുടെ കൂടെ പാർക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം ആടുമാടുകളെ മേയ്ക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് അദ്ദേഹം ഒരു മുൾപ്പടർപ്പ് കത്തുന്നതായി കണ്ടു. പക്ഷേ അഗ്നി അവിടെ ജ്വലിക്കുന്നെങ്കിലും ആ മുൾപ്പടർപ്പ് എരിയാതെ നിൽക്കുന്നു. അതെന്തേ എന്ന് കാണുവാൻ വേണ്ടി അദ്ദേഹം അടുത്ത് ചെന്നപ്പോൾ യഹോവയായ ദൈവത്തിൻ്റെ ശബ്ദം അദ്ദേഹം ആ മുൾപ്പടർപ്പിൽ നിന്ന് കേൾക്കുന്നതായി നമ്മൾ വായിക്കുന്നു. ദൈവം പഴയ നിയമത്തിൽ മാധ്യമങ്ങളിലൂടെയാണ് മനുഷ്യനോട് ഇടപെട്ടുകൊണ്ടിരുന്നത്. അതിന് ഷെക്കേനായി ഗോഡ് എന്നാണ് പറയുക. മാധ്യമങ്ങൾ, സ്വപ്നങ്ങളിലൂടെ, മാലാഖമാരിലൂടെയൊക്കെ ദൈവം മനുഷ്യനുമായി ബന്ധപ്പെടുകയും ഇടപെടുകയും സംസാരിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഇമ്മാനുവേൽ ഗോഡാണ്. ദൈവം മനുഷ്യൻ്റെ കൂടെയുള്ള ഒരവസ്ഥയാണല്ലോ അത്. അപ്പോൾ പഴയ നിയമകാലത്ത് ഇങ്ങനെ മാധ്യമങ്ങളിലൂടെ ആണ് ദൈവം മനുഷ്യനോട് ഇടപെട്ടുകൊണ്ടിരുന്നത്. ദൈവം മോശയെ വിളിക്കുമ്പോൾ, അവനോട് സംസാരിക്കുമ്പോൾ അവനൊരു ആട്ടിടയനായിരുന്നു. പലപ്പോഴും ദൈവവിളി ഉണ്ടാകുന്നത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണെന്നാണ് നമ്മൾ പലപ്പോഴും വിചാരിക്കുക. പ്രാർത്ഥിക്കുന്ന സമയത്ത് മാത്രമല്ല, ജോലി ചെയ്യുന്ന സമയത്തും ദൈവത്തിൻ്റെ വിളി ഉണ്ടാവാം. പരിശുദ്ധ മറിയം ഒരു മുറിക്കുള്ളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഗബ്രിയേൽ മാലാഖ ചെന്ന് ആ വചനിപ്പിൻ്റെ സന്ദേശം മറിയയെ അറിയിക്കുന്നത്. എന്നാൽ നമ്മുടെ കർത്താവ് ശിഷ്യന്മാരെ വിളിച്ചത് അവർ മീൻ പിടിക്കുമ്പോഴും വല നന്നാക്കുമ്പോഴും ചുങ്കസ്ഥലത്തിരുന്ന് ചുങ്കം പിരിക്കുമ്പോഴും അവരുടെയൊക്കെ ജോലികളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ്. അന്ത്യനാളുകളെക്കുറിച്ച് പറയുമ്പോൾ കർത്താവും പറയുന്നുണ്ടല്ലോ, ആ നാളിൽ 2 പേർ വയലിലായിരിക്കും, ഒരാൾ എടുക്കപ്പെടും, മറ്റേയാൾ തള്ളപ്പെടും. 2 പേർ ഒരു തിരികല്ലിൽ പൊടിച്ചുകൊണ്ടിരിക്കും, ഒരാളെ എടുക്കപ്പെടും, മറ്റേയാൾ തള്ളപ്പെടും. 2 പേർ ഒരു കിടക്കയിലായിരിക്കും, ഒരാൾ എടുക്കപ്പെടും, മറ്റേയാൾ തള്ളപ്പെടും. അപ്പോൾ ദൈവം മനുഷ്യനോട് ഇടപെടുകയും ദൈവവിളി ഉണ്ടാവുകയും ചെയ്യുന്നത് മനുഷ്യ ജീവിതത്തിലെ അനുഭവങ്ങളിലൂടെയും സംഭവങ്ങളിലൂടെയൊക്കെയാണെന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. ഈ അഗ്നിയായ ദൈവം പരിശുദ്ധ അമ്മയിൽ ഇറങ്ങി ജഡം ധരിച്ചിട്ട് അമ്മ അവിടെ കത്തിപ്പോകുന്നില്ല. ഈ പരിശുദ്ധമായ ഈ ഒരു അനുഭവം ദൈവം തിരഞ്ഞെടുക്കുന്നവരിലൂടെ അത് സംഭവിക്കുമ്പോൾ അവർക്ക് നാശം സംഭവിക്കാതെ ദൈവികമായ പദ്ധതി അവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ യഹോവയായ ദൈവം മോശെ അടുത്ത് ചെന്നപ്പോൾ പറഞ്ഞു, നിന്റെ കാലിലെ ചെരുപ്പ് നീ അഴിച്ചു കളക, ഈ സ്ഥലം വിശുദ്ധമാണ്. ദൈവം മനുഷ്യനോട് സംസാരിക്കുന്ന ഇടം വിശുദ്ധമാണ്. കാലിലെ ചെരുപ്പ് ലോകത്തിൻ്റെ പാപത്തെ അത് സൂചിപ്പിക്കുന്നതാണ്. അതായത് ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നീ മാറ്റപ്പെടണം. നാമും നമ്മുടെ പഴയ ചെരുപ്പുകൾ ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞ പഴയ പാപത്തിലേക്ക് ഒരിക്കലും തിരിച്ചു പോകാൻ നമുക്ക് അവകാശമില്ല. അതുകൊണ്ടാണ് ദേവാലയങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കാൻ കയറുമ്പോൾ ദൈവത്തിൻ്റെ സാമീപ്യം അവിടെ പൂർണ്ണമായി അനുഭവിക്കുന്നു എന്നുള്ള ചിന്തയിൽ നമ്മുടെ കാലിൽ നിന്ന് ചെരുപ്പൊക്കെ അഴിച്ചു കളഞ്ഞ് ദേവാലയത്തിൽ നമ്മൾ കയറി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ പൗരസ്ത്യ സഭയിൽ നമുക്കറിയാം, പ്രാർത്ഥിക്കുന്നതിന് മുൻപ് പായ വിരിച്ച് കൈകാലുകളെ കഴുകി വായിൽ വെള്ളമൊഴിച്ച് അത് കഴുകി ആണ് ദൈവത്തെ പ്രാർത്ഥിക്കാൻ ആരംഭിക്കുന്നത്.
പായ വിരിക്കുക എന്നുള്ളത് ഭൂമിയോടുള്ള ബന്ധം, ലോകത്തോടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടു എന്നതിൻ്റെ സൂചനയാണ്. കൈകാലുകളെയൊക്കെ കഴുകുന്നത് ബാഹ്യമായ ആ വിശുദ്ധിയേക്കാൾ ഉപരിയായി ആന്തരികമായ വിശുദ്ധിയോടെ ദൈവസന്നിധിയിലായിരിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ്. യഹോവയായ ദൈവം 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ മോശയോട് പറയുന്നു, എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു. കഴിഞ്ഞ 400 വർഷമായി ഈ ജനം കഷ്ടത അനുഭവിക്കുന്നവരാണ്. ദൈവം അത് കണ്ടില്ലേ? 400 വർഷമായി ദൈവം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ദൈവത്തിന് പ്രവർത്തിക്കുവാനുള്ള ആ സമയം വരെയും മനുഷ്യൻ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യേണ്ടതാണ്. കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ അതിനെപ്പറ്റി ചിന്തിച്ചതാണല്ലോ. ദൈവത്തിൻ്റെ സമയമാകുമ്പോഴാണ് ദൈവം പ്രവർത്തിക്കുക. ഇത് പറയുന്നു, പാലും തേനും ഒഴുകുന്ന ആ സമൃദ്ധിയുടെ അനുഭവത്തിലേക്ക് നിങ്ങളെ ഞാൻ കൊണ്ടുപോകും, എൻ്റെ ജനത്തെ ഞാൻ കൊണ്ടുപോകും. പണ്ടവരുടെ പിതാക്കന്മാർ മുഖാന്തരം ഞാൻ വാഗ്ദത്തം ചെയ്തതായ പ്രദേശമാണത്. നമ്മളൊക്കെ ഇന്ന് ജീവിക്കുന്നത് സ്വർഗീയ കനാനെ ലക്ഷ്യമാക്കിയാണ്. സ്വർഗീയ കനാൻ്റെ ലക്ഷ്യം എന്തേന്ന് വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ വായിക്കണം. അവിടെ നമ്മൾ വായിക്കുന്നു, നമ്മളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊക്കെയും ഇത് നീക്കിക്കളഞ്ഞ് ദൈവത്തോടൊപ്പമായിരിക്കുന്ന ആ സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെ വലിയൊരു അനുഭവം ആ ലോകത്തെ ലക്ഷ്യമാക്കിയാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. അതാണ് നമ്മുടെ ലക്ഷ്യസ്ഥാനം, സ്വർഗീയ കനാൻ. അതുകൊണ്ട് വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ ചൊല്ലുന്നു, മരിച്ചുപോയവരുടെ ആ ഉയർപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതുജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നവരാണ്. അപ്പോൾ ഇവിടെ നമുക്കറിയാം, ഈ സംഭവത്തിൽ ഇവിടെ ഫറവോൻ പിശാചിനെ സൂചിപ്പിക്കുകയാണ്. മോശ യേശുവിൻ്റെ പ്രതിനിധിയായിട്ട് ഇവിടെ നിലനിൽക്കുകയാണ്. പീഡ അനുഭവിക്കുന്ന ജനം, പാപത്തിൽ മുഴുകിയിരിക്കുന്ന, കഷ്ടത അനുഭവിക്കുന്ന ജനസമൂഹത്തെയാണ് ഇവിടെ ഇത് സൂചിപ്പിക്കുന്നത്. അത് ആ മോശ മുഖാന്തരം ഇസ്രായേൽ ജനം ആ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടതുപോലെ നമ്മുടെ കർത്താവിൻ്റെ രക്ഷാകരമായ പ്രവർത്തനങ്ങളിലൂടെ പാപത്തിൽ നിന്നുള്ളതായ വിടുതൽ ലോകത്തിന് ലഭിക്കാൻ പോകുന്നതിൻ്റെ നിഴലായി ഈ സംഭവം പഴയ നിയമത്തിൽ അവിടെ സംഭവിക്കുകയാണ്. യഹോവയായ ദൈവം മോശയോട് പറഞ്ഞു, നീ പോയി എൻ്റെ ജനത്തെ വിടുവിക്കണം, ഫറവോനോട് നീ പോയി സംസാരിക്കണം. അപ്പോൾ മോശ അവൻ്റേതായ ആ പരിമിതി അവിടെ പറയുന്നുണ്ട്. ഞാൻ ചെന്ന് രാജാവിനോട് എന്ത് പറയാനാണ്? എനിക്കതിനുള്ള കഴിവില്ല. യെശയ്യാ പ്രവചനം 6-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോഴും സാറാഫുകളിൽ അല്ലെങ്കിൽ യെശയ്യാ പ്രവാചനം ഉണ്ടായൊരു വലിയ ദർശനം നമ്മൾ കാണുന്നുണ്ട്. അവിടെ സാറാഫുകൾ 2 ചിറകുകൊണ്ട് മുഖം മൂടി, 2 ചിറകുകൊണ്ട് കാലും മൂടി, 2 ചിറകുകൊണ്ട് അവ പറന്ന് ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് ആർത്തട്ടഹസിക്കുന്നു. യെശയ്യാ പ്രവാചകൻ പറയുന്നു, എനിക്കത് കാണുവാനുള്ളതായ ശക്തിയില്ല. അപ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട്, അയ്യോ ഞാൻ ശുദ്ധിയില്ലാത്ത അശുദ്ധി നിറഞ്ഞതായ ഒരു മനുഷ്യനാണ്. അപ്പോൾ സാറാഫുകൾ ഒരുവൻ അഗ്നി കൊണ്ട് ആ പ്രവാചകൻ്റെ നാവിനെ സ്പർശിക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട്. അവൻ്റെ അശുദ്ധിയെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം അവിടെ നമ്മൾ കാണുന്നത് അഗ്നിയാണ് അവിടെ കാണുന്നത്. അതിനുശേഷം യഹോവ ചോദിക്കുന്നു, എനിക്ക് വേണ്ടി ആർ പോകും? അപ്പോൾ പ്രവാചകൻ പറയുന്നു, അടിയനിതാ, അടിയനെ അയക്കണമേ എന്ന് പറയുന്നതായി നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം ഇവിടെ യഹോവയായ ദൈവം മോശയോട് പറഞ്ഞൊരു കാര്യം മാത്രമാണ്, ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ പോവുക എന്നാണ്. നിനക്ക് നിൻ്റേതായ ബലഹീനതകളും നിൻ്റേതായ കുറവുകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകാം. പക്ഷെ അതോടൊപ്പം ഞാൻ നിൻ്റെ കൂടെയുണ്ടെങ്കിൽ നിൻ്റെ എല്ലാ ബലഹീനതകളെയും അത് ശക്തീകരിക്കുന്നതാണ്. നമുക്കറിയാം, 84-ാം സങ്കീർത്തനം 5-ാം വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നു, ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാനാണ്. ബലം ദൈവത്തിലുള്ള മനുഷ്യനാണ് ഏറ്റവും വലിയ ഭാഗ്യവാൻ. അതുപോലെ തന്നെ സങ്കീർത്തനക്കാരൻ ചോദിക്കുന്നു, യഹോവ നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആരാണ്? ഹൈന്ദവ ചിന്തയിലെ കുരുക്ഷേത്ര യുദ്ധത്തിൽ ആ പഞ്ചപാണ്ഡവന്മാരോട് ശ്രീകൃഷ്ണൻ പറയുന്നുണ്ട്, മറ്റേ സ്ഥലത്തിലാണല്ലോ ആളുകൾ കൂടുതലുള്ളത്, ഈ 5 പേർ ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. അവരുടെ ചിന്തയിലും ആ ദൈവം
അവിടെ ആളെണ്ണം കുറവാണെങ്കിലും അവരോടൊപ്പം അവരുടെ ദൈവമുണ്ട് എന്നുള്ള ഒരു വലിയ ചിന്ത ആ ഹൈന്ദവമായ ആ മിഥോളജിയിലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. യഹോവയെ ദൈവം പറയുന്നത്, ദൈവം അയച്ചു എന്നതിൻ്റെ അടയാളം എന്താണ്? അടയാളം നിങ്ങൾ മടങ്ങി വരുമ്പോൾ ഈ പർവ്വതത്തിൽ വെച്ച് എന്നെ ആരാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ദൈവത്തെ ആരാധിക്കുക എന്നുള്ളതാണ് ദൈവത്തെ എൻ്റെ ജനമാണെന്നും ദൈവത്താൽ വിളിക്കപ്പെട്ടവരാണെന്നും ഉള്ളതിൻ്റെ അടയാളം നമ്മളിന്ന് ദൈവത്തെ ആരാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പം മോശ യഹോവയോട് ചോദിക്കുന്നുണ്ട്, ആരെന്നെ അയച്ചു എന്നാണ് ഞാൻ ചെന്ന് ഫറവോനോട് പറയേണ്ടത്? അപ്പോൾ യഹോവയായ ദൈവം മോശയോട് പറയുന്നൊരു ഉത്തരമുണ്ട്, ഞാനാകുന്നവൻ ഞാനാകുന്നു, ഐ ആം ദാറ്റ് ഐ ആം. കാരണം യഹോവയെ ആരെന്ന് മോശയുടെ ചിന്തയിലോ ഈ മോശയുടെ ബുദ്ധിയിലോ മോശയുടെ യുക്തിയിലോ ഒതുങ്ങുന്നവനല്ലല്ലോ ദൈവം. അപ്പം അതുകൊണ്ടാണ് ദൈവം മനുഷ്യൻ, നമുക്കറിയാം സൃഷ്ടിക്ക് സൃഷ്ടാവിനെ പൂർണ്ണമായി ഒരിക്കലും ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. നമ്മൾ ഉപയോഗിക്കുന്ന പല സാധനങ്ങളുണ്ട്, അതൊക്കെ മനുഷ്യൻ്റെ അനേക സൃഷ്ടികളിലൊന്നും മാത്രമാണ്. സൃഷ്ടിക്ക് ഒരിക്കലും സൃഷ്ടാവിനെ തിരഞ്ഞെടുക്കാനാവില്ല. സൃഷ്ടാവിന് സൃഷ്ടിയെ മാത്രമേ തിരഞ്ഞെടുക്കാനാവുള്ളൂ. അപ്പോൾ ഒരു സൃഷ്ടിക്കും അതിൻ്റെ സൃഷ്ടാവിനെ അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ ആ പൂർണ്ണമായ രീതിയിൽ ഒരിക്കലും ഉൾക്കൊള്ളുവാൻ സാധിക്കുകയില്ല എന്നുള്ള സത്യം യഹോവയെ ദൈവം മോശയ്ക്കൂടെ മനസ്സിലാക്കി കൊടുക്കുകയാണ്. അപ്പം നിങ്ങൾ അവിടെ ചെന്ന് ഫറവോനോട് ഞാൻ എന്താണ് പറയേണ്ടത്? എൻ്റെ ജനത്തെ ആരാധിക്കുന്നതിനായി നീ വിട്ടയക്കണമെന്നാണ് അവരോട് പറയേണ്ടത്. കഴിഞ്ഞ 1400 വർഷമായി ഈ രാജ്യത്ത് ഞങ്ങൾ പീഡ സഹിക്കുന്നവരും കഠിനവേല ചെയ്യുന്നവരുമാണ്. പക്ഷേ ഞങ്ങളുടെ ദൈവത്തെ ആരാധിക്കുവാൻ ഞങ്ങളെ അനുവദിക്കണം, അതിന് ഞങ്ങളെ വിടണമെന്ന് പറയുന്നു. യഹോവയായ ദൈവം തന്നെ മോശയോട് പറയുന്നുണ്ട്, ഫറവോൻ അത്ര പെട്ടെന്ന് നിങ്ങളെ വിട്ടയക്കുകയില്ല. ഭുജബലത്താലല്ലാതെ ഫറവോൻ ഒരിക്കലും നിങ്ങളെ വിടുകയില്ല. കാരണം അവൻ ഇത്രയും നാളും ചെയ്തതിൻ്റെയൊക്കെ തെറ്റ് അവൻ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് ഫറവോൻ്റെ ഹൃദയം ഇനിയും നമുക്കറിയാം ആക്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് ഇനിയും ഈ ഫറവോ രാജാവ് വരുന്നതായി മുന്നോട്ടുള്ള ഓരോ സംഭവങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 21-22 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ യഹോവയായ ദൈവം പറയുന്നു, നിങ്ങൾ വെറും കൈയായി പോകേണ്ടി വരില്ല, നിങ്ങൾ മിസ്രയീമിനെ കൊള്ളയടിക്കും. കൊള്ളയടിക്കുക എന്നുള്ളത് ദൈവികമായ ഒരു കാര്യമാണോ എന്ന് നമുക്ക് ചോദിക്കാം. ഒരിക്കലുമല്ല. എന്നാൽ എന്താണ്, ഈ 400 വർഷം ഈ ജനം ഇവിടെ കഠിനാധ്വാനം ചെയ്തിട്ട് അതിന് തക്കതായ പ്രതിഫലമോ കൂലിയോ ഒന്നും അവർക്കിതുവരെ കൊടുത്തിട്ടില്ല. അവരുടെ അധ്വാനത്തിൻ്റെ ഫലമെല്ലാം ഈ ഫറവോൻ പിടിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പം അത് ദൈവനീതി അനുസരിച്ച് വേല ചെയ്യുന്നവന് കൂലി ലഭിക്കണമെന്നുള്ളത് ദൈവത്തിൻ്റെ വലിയ നീതിയാണ്. ആ നീതി അവരിലൂടെ പ്രാവർത്തികമാക്കാൻ വേണ്ടിയാണ് അവരെ കൊള്ളയടിക്കുക എന്ന് പറഞ്ഞാൽ അവരോട് ചോദിച്ചു വാങ്ങുന്നത്. അടുത്ത അധ്യായത്തിൽ നമ്മൾ ചെല്ലുമ്പോൾ കാണും, ഇസ്രായേൽ ജനം അവരോട് ചോദിക്കുകയും അവരുടെ സ്വർണ്ണാഭരണങ്ങളൊക്കെ അവർക്ക് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന നമ്മൾ കാണാൻ പറ്റും. അത് ദൈവത്തിൻ്റെ വലിയ നീതിയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മളിതൊക്കെ മനസ്സിലാക്കേണ്ടതായ കാര്യമാണ്. ആരുടെയും അധ്വാന ഫലം നമ്മൾ പിടിച്ചു വയ്ക്കാൻ പാടില്ല. വേല ചെയ്യുന്നവൻ കൂലിക്ക് യോഗ്യനാണ്. യോഗ്യമായ രീതിയിൽ അവൻ്റെ കൂലി കൊടുക്കുവാൻ നമ്മളും ബാധ്യസ്ഥരാണെന്ന് ഓർക്കുക. അപ്പം ഈ അധ്യായത്തിൽ യഹോവയായ ദൈവം മോശയെ വിളിക്കുകയും ആ മോശയെ ശുദ്ധീകരിച്ച് ഫറവോൻ്റെ സന്നിധിയിലേക്ക് ധൈര്യപ്പെടുത്തി ഞാൻ നിൻ്റെ കൂടെയുണ്ടെന്നുള്ള വാഗ്ദത്തം നൽകി അവനെ അവിടുന്ന് പറഞ്ഞയക്കുകയാണ്. നീ ആരെന്ന് ഞാൻ പറയണം? ഞാനാകുന്നവൻ ഞാനാണ് എന്ന് മാത്രം എന്ന് പറഞ്ഞാൽ ഞാനെന്ന് പറയാൻ അവകാശമുള്ളവൻ ദൈവത്തിന് മാത്രമാണ്. മറ്റാർക്കും ദൈവത്തെ, ഒരു സൃഷ്ടിക്കും സൃഷ്ടതാവായ ദൈവത്തെ അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിൽ ഉൾക്കൊള്ളാനോ മനസ്സിലാക്കാനോ സാധിക്കുകയില്ല. നമ്മൾ വെറും ഒരു പൊടി മാത്രമാണെന്ന് എപ്പോഴും നമ്മൾ ഓർക്കുക. ദൈവം വെളിപ്പെടുത്തുന്ന സത്യങ്ങളെ മാത്രമേ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ആ സത്യത്തിലൂടെയാണ് ദൈവം ഇനിയും ഓരോന്നും മോശയ്ക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയും മോശയോട് കൂടിയിരുന്ന് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ ജീവിതത്തിലും ഈ ദൈവത്തിൻ്റെ സാമീപ്യം പ്രാർത്ഥനയിലൂടെ, ആരാധനയിലൂടെ, വേദപുസ്തക വായനയിലൂടെയൊക്കെ മനസ്സിലാക്കുവാനും തിരിച്ചറിയുവാനും നമുക്ക് സാധിക്കട്ടെ. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിന് നമ്മെ സഹായിക്കുമാറാകട്ടെ.